നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. എവിടെ ചെന്നാലും അവിടുത്തെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഈ കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടത്. ഒരിടത്ത് എന്ത് കണ്ടില്ല എന്നത് മറന്നിട്ട് നമുക്ക് വേണ്ടത് അവിടെ എന്തുണ്ട് എന്ന് കണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കണം. സുഭാഷിതരത്ന ഭണ്ഡാകാരത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ദോഷമില്ലാത്തതോ ഗുണമില്ലാത്തതോ ആയ ഒന്നും തന്നെ ലോകത്തിൽ കാണുകയില്ല. അപ്പോൾ വിവേകശീലർ ചെയ്യേണ്ടത് ദോഷങ്ങളെ മറഞ്ഞിരിക്കാൻ അനുവദിക്കണം, ഗുണങ്ങളെ മറനീക്കി കാണാൻ ശ്രമിക്കണം. നാം പുറമേ കുറ്റങ്ങളും കുറവുകളും കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഉള്ളിൽ കുറ്റങ്ങളും കുറവുകളും ഉള്ളതുകൊണ്ടാണെന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. നമ്മുടെ ഉള്ളിലെ നിഷേധാത്മകതയാണ് നമ്മുടെ ശ്രദ്ധയെ പുറമേയുള്ള കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നയിക്കുന്നത്. അങ്ങനെ പുറമേയുള്ള കുറ്റങ്ങളും കുറവുകളും ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ നിഷേധാത്മകത വളരുകയും ചെയ്യും. ഇതൊരു വിഷമവൃത്തമാണ്. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ പുറമേയുള്ള നന്മയും സൗന്ദര്യവും പൂർണ്ണതയും മാത്രം ശ്രദ്ധിക്കുക. സർവത്ര ശുഭദർശനം നമ്മെ ആ തരത്തിലേക്ക് നയിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയനൻ അടവിയിലധ തപസ്സിനായി സഭ്രാതൃ ഭാര്യനായി വാഴും ദശാന്തരേ ദശവദനനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജനു സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ കലഹം അവനോടു ഝടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണം അനുജ്ഞയും. ഇനി രാമായണ ദർശനം. ഹനുമാന്റെ അടിയേറ്റ് വീണ ലങ്കാലക്ഷ്മി തൻ്റെ പൂർവ്വകഥ പറയുന്നു. എങ്ങനെയാണ് തനിക്ക് ശാപമോക്ഷം കിട്ടിയതെന്നും ലങ്കാലക്ഷ്മി ഹനുമാനോട് വിവരിക്കുന്നു.
ലങ്കയെ ഹനുമാൻ ജയിച്ചു കഴിഞ്ഞെന്നും രാവണന്റെ മരണം അടുത്തുവെന്നും പറഞ്ഞ ലങ്കാലക്ഷ്മി ഹനുമാനെ അനുഗ്രഹിക്കുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഹനുമാൻ്റെ താടനമേറ്റ് ലങ്കാലക്ഷ്മി നിലംപതിച്ചു. തുടർന്ന് എഴുന്നേറ്റ് ഹനുമാനോട് പറയുകയാണ്, സരസിരുഹ നയനൻ അടവിയിലധ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പൊക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജനു സാജീവ്യവും സംഭവിക്കും പുനഃ സുഗ്രീവശാസനാത്. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ. പൂർവവൃത്താന്തം ഓർമ്മിച്ച് പറയുകയാണ് ലങ്കാലക്ഷ്മി. ഹേ ഹനുമൻ, അല്ലയോ സഖാവേ, നിൻ്റെ ബാഹുബലം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നിൻ്റെ കയ്യൂക്ക് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് വിധിവിഹിതമാണ്. വിധിവിഹിതം എന്ന് പറയുന്നതിന് അവിടെ രണ്ടർത്ഥം. ഒന്ന്, തൻ്റെ വന്നു ചേരേണ്ടുന്ന കർമ്മഫല രൂപമാണ്. രണ്ട്, വിധിയാൽ ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടതാണ്. രണ്ടർത്ഥവും അവിടെ നമുക്ക് സ്വീകരിക്കാം. ഹേ വീര, മുന്നമേ എന്നോട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ, സനാതനൻ, മഹാവിഷ്ണു ശ്രീരാമനായി അവതാരം ചെയ്യും. 28ാമത്തെ ചതുർയുഗത്തിലുള്ള ത്രേതായുഗത്തിൽ ബ്രഹ്മാവിൻ്റെ ഓരോ പകലും ഒരു കൽപ്പകാലമാണ്. ആ കൽപ്പകാലത്തിൽ 1000 യുഗങ്ങളാണുള്ളത്. 1000 മഹായുഗങ്ങൾ. ഒരു മഹായുഗം എന്ന് പറയുമ്പോൾ 4 യുഗങ്ങൾ ചേർന്നതാണ്. അങ്ങനെയുള്ള 28ാമത്തെ ചതുർയുഗത്തിൽ, 28ാമത്തെ മഹായുഗത്തിൽ, ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി ശ്രീരാമനായി സാക്ഷാൽ ഭഗവാൻ അവതരിച്ചു വരും. ഭൂരക്ഷയ്ക്ക് വേണ്ടി ജനകപുത്രിയായി സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയും. രാവണ നിഗ്രഹാർത്ഥം അവർ തപോവൃത്തരായി വനത്തിൽ വസിക്കും. ആ സമയത്ത് രാവണൻ സീതയെ അപഹരിക്കും. സീതയെ അന്വേഷിച്ചുകൊണ്ട് നാനാദിക്കിലേക്ക് കപിശ്രേഷ്ഠന്മാർ യാത്രയാവും. ആ കൂട്ടത്തിലൊരാൾ നിശ്ചയമായും നിന്നരികിലേക്ക് വരും. അങ്ങനെ സന്നദ്ധനായി വരുന്ന ആ വാനരനോട് നീ കലഹിക്കാനിടയാകും. ഈ വിഷയങ്ങളെല്ലാം ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞതാണ്. കലഹമവനോടു ജഡിതി തുടരും അവളെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിപുണനൊട് ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കപിയോടൊരു ദിവസമടി ജഡിതി കൊൾകിൽ നീ ഓടിവാങ്ങിക്കൊൾകെന്നു വിരിഞ്ചനും. കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേൻ ഇവിടെ പല കാലവും. ആ വാനരനോട് നീ പരുഷമായി സംസാരിക്കുമ്പോൾ നിശ്ചയമായും ആ വാനരൻ നിന്നെ അടിക്കും. അങ്ങനെ അടി ലഭിച്ചാൽ സീതാന്വേഷണത്തിനുള്ള അനുജ്ഞ നീ ആ വാനരന് നൽകണം. അത് നീ വാങ്ങിക്കൊള്ളുക എന്ന് എന്നോട് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അത്യന്ത കാരുണ്യത്തോടുകൂടി ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചത് മുതൽ ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ഇത്രയും കാലം ഹേ ഹനുമൻ, നിൻ്റെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്.
രഘുപതിയൊടിനി ഒരിടയൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായി തിന്നടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. യാതൊരു സംശയവുമില്ല, ഒട്ടും താമസിയാതെ രഘുപതിയായ രാമനരികിലേക്ക് നിനക്ക് തിരിച്ചെത്താൻ സാധിക്കും. ലങ്ക തീർത്തും നിനക്ക് അധീനയായി കഴിഞ്ഞു. ലങ്കയെ നീ ജയിച്ചു കഴിഞ്ഞു എന്നല്ല, നിഖില നിശിചരന്മാരുടെയും പതിയായ രാവണന് മരണം വന്നടുത്തിരിക്കുന്നു. ഇതിലും സംശയമില്ല. ഇപ്രകാരം ലങ്കാലക്ഷ്മി അനുഗ്രഹിക്കുകയാണ് ഹനുമാനെ. ഈ ഭാഗത്ത് ഭഗവത് സ്തുതിപരമായ വർണ്ണനകളൊക്കെ അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണെന്ന് മനസ്സിലാക്കണം. വാൽമീകീയത്തിൽ അത്തരം പരാമർശങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. ഭക്തിയിലൂടെ വൈരാഗ്യം ഉണ്ടാകുന്നു. വൈരാഗ്യം ജ്ഞാനത്തിന് കാരണമാകുന്നു. ജ്ഞാനം മോക്ഷത്തിലേക്ക് നയിക്കും. ഭക്തിയെ ഉണർത്താൻ ഭാഗവതം എത്രത്തോളം സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ഭക്തിയും, ഭക്തിയിൽ നിന്ന് വൈരാഗ്യവും, വൈരാഗ്യത്തിൽ നിന്ന് ജ്ഞാനവും, ജ്ഞാനത്തിലൂടെ മോക്ഷവും ലഭിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം. നമ്മൾ ഭാഗവത കഥകളാണ്, ആ കഥകൾ കേൾക്കുന്നതിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കഥകൾ കേട്ട് നല്ല സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് ഭക്തി ഉണ്ടാകുക. ആ ഭക്തിയിൽ നിന്നാണ് നമുക്ക് വൈരാഗ്യം ഉണ്ടാകുക. വൈരാഗ്യത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുക. ജ്ഞാനത്തിൽ നിന്നാണ് മോക്ഷത്തെ ഒരാൾക്ക് പ്രാപിക്കാൻ സാധിക്കുക. അപ്പോൾ എത്രയോ എളുപ്പമാണ് ഈ വഴി എന്ന് വിചാരിച്ച് കളയരുത്. ഇത്രയും പറഞ്ഞപ്പോൾ മോക്ഷത്തിലെത്തിക്കഴിഞ്ഞു, പക്ഷേ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഭാഗവതം അനേക കഥകളിലൂടെ, അനേകം ജീവിത കഥകൾ, സന്ദർഭങ്ങൾ ഇണക്കി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലെ ഓരോ കാര്യങ്ങളിലൂടെ ഓരോന്നും ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളോട് പറയുകയാണ്. നമ്മളിപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രാധാന്യമില്ല. മുന്നോട്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഓരോ കഥകൾ കേട്ടിട്ട് അതിൽ നിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വീണ്ടും ദേവന്മാർ പറയുകയാണ്, സ്തുതിക്കുകയാണ്, ഭഗവാനോട് പറയുകയാണ്, പാനേന തേ ദേവ കഥാസുതായാഹ പ്രവൃത്തഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ജസാ അന്യീഹു അഗുണ്ടതിഷ്ണാം. ഇവിടെ പറയുകയാണ്, ദേവ അല്ലയോ ദേവ, തേ കഥാസുതായ, നീന്തിരുവടിയുടെ കഥകളിങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ആ കഥാമൃതത്തിൻ്റെ പാനേന, പാനത്താൽ, കഥയൊരു അമൃതാണ്, അത് പാനം ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോ വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിനകത്ത് വെച്ചു, ആ ഗ്ലാസ്സിലേക്ക് പകർന്ന വെള്ളത്തെ എടുത്ത് കുടിക്കുന്നത് പോലെയാണോ എന്നുള്ള ചോദ്യം വരാം. ഇവിടെ പറയാണ്, തേ കഥാസുതായ, നിന്തിരുവടിയുടെ കഥാമൃതത്തിൻ്റെ പാനേന, പാനത്താൽ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ കഥകളിങ്ങനെ നമ്മൾ കേൾക്കുക, കേട്ടത് ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഇതിനെയാണ് കഥാമൃത പാനത്താൽ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗ്രഹിക്കേണ്ടത് ഭാഗവതത്തിൽ. വെറുതെ ഇത് ഒരു ശബ്ദത്തിൻ്റെ ആലങ്കാരിക പ്രയോഗം കൊണ്ട് എടുക്കേണ്ടതല്ല. ഏത് ശ്രവണേന്ദ്രിയം വഴിയാണോ ഭഗവത് കഥകൾ നമ്മൾ കേട്ടത്, അതേ ഹൃദയത്തിലേക്ക് അത് ഇറക്കി വെച്ച് ഉറപ്പിച്ച് അവിടെ നിന്ന് ഉറച്ച ഒരു ഭക്തി ഉണ്ടാക്കിയെടുക്കുക. അതാണ് കഥാമൃത പാനത്താൽ പ്രവൃത്ത ഭക്തിയാണ്. അങ്ങനെ ശ്രവിച്ചതിനെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കഥാമൃത പാനത്താൽ പ്രവൃത്ത ഭക്തിയാണ്, വർദ്ധിച്ച ഭക്തി നമ്മളിൽ ഉണ്ടാകും.
അങ്ങനെ വർദ്ധിച്ച ഭക്തി കൊണ്ട് യാതൊരുത്തർ വിശദാശയ നിർമ്മലമായിരിക്കുന്ന ഹൃദയത്തോടു കൂടി അന്ധകരണത്തോടു കൂടിയവരായിട്ട് അവർ വൈരാഗ്യസാരം വൈരാഗ്യമാകുന്ന ബലത്തോടു കൂടി അവർക്ക് വൈരാഗ്യം കൊണ്ട് എല്ലാം സമ്പാദിക്കുന്നു. നോക്കുക, നമുക്ക് ഇന്നത് വേണം, ഇന്നതേ ചിന്തിക്കാവൂ, ഇന്നതേ മനസ്സിൽ വരാവൂ, ഇന്നതേ പറയാവൂ എന്ന ഒരു അതിർവരം വിട്ട് അത് എനർജറ്റിക്കാണ്, ബലമാണ്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും പോയി വ്യവഹരിക്കപ്പെടുന്നവർക്ക് അവരുടെ ശക്തിയാണ് ക്ഷയിക്കുന്നത്. ഉള്ളിലുള്ള ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വീട്ടുകളിൽ ഇങ്ങനെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കൂടി ഇരുന്നുകൊണ്ട് നെറ്റ് ഓണാക്കി, മകൻ ലാപ്ടോപ്പിനകത്ത്, അമ്മ പിന്നെ വാട്സാപ്പിനകത്ത്, അച്ഛനും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിരിക്കുന്ന ബലങ്ങൾ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം എന്താ? അവിടെ വ്യവഹാര പ്രപഞ്ചം മാത്രമേ ഉള്ളൂ. ആ വ്യവഹാര പ്രപഞ്ചത്തിലേക്ക് മനസ്സ് പായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യമാകുന്ന ബലത്തെ നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാനും അല്ലാത്ത സമയത്ത് സംതൃപ്തി ഉണ്ടാകുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുക. നമുക്ക് മറ്റുള്ളവരോടുള്ള സംസാരം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കുറേ വ്യഥകളങ്ങ് മാറിക്കിട്ടും. പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? എല്ലാവരും ചെയ്യുന്നത് അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിമുഖന്മാരായിരുന്നു കൊണ്ട് ഉത്സാഹമില്ലാത്തവരായി അക്ഷീണം ഇൻ്റർനെറ്റിനുമൊക്കെ ആരും ഒരു മദ്യപാനി മദ്യത്തിന് അടിമയാകുന്നത് പോലെയാണ് ഇൻ്റർനെറ്റിന് അടിമയാകുന്ന ഒരു വ്യക്തി എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തണം. ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ പ്രളയം വന്ന സമയത്തും മറ്റുമൊക്കെയായിട്ട് ആളുകൾക്കത് ലഭ്യമാകാതെ വന്നപ്പോൾ അസ്വസ്ഥതകൾ മദ്യപാനിക്ക് മദ്യം ലഭിക്കാത്തതുപോലെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ വൈരാഗ്യമാകുന്ന ഇല്ലാത്തവർ അങ്ങനെയുള്ള വൈരാഗ്യമാകുന്ന ബലത്തോടു കൂടിയവർ കൂടി ബോധം പരമാർത്ഥ ബോധത്തെ അഞ്ജസ യാതൊരു കഷ്ടവും കൂടാതെ പ്രതിലഭ്യ പ്രാപിച്ചിട്ട് അഗുണ്ട തീഷ്ണ്യാം നാശമില്ലാത്ത സ്ഥാനത്തെ അന്യേയുഹു പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുകയാണ്, വിഷയങ്ങളിൽ വിരക്തിയും തന്നിമിത്തം ജീവാത്മ പരമാത്മാവിനെക്കുറിച്ചുള്ള ദൃഢബോധവും ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ അവർക്ക് ക്ലേശം കൂടാതെ നാശരഹിതമായിരിക്കുന്ന വൈകുണ്ഠത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇനി കഥാശ്രവണം നിമിത്തം ഭക്തിയുണ്ടായി, ഭക്തി കൊണ്ട് വിഷയവിരക്തി ഉണ്ടായി, ആ വിഷയവിരക്തി കൊണ്ട് ജ്ഞാനമുണ്ടായി. അങ്ങനെ ജ്ഞാനത്താൽ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ ഒരാൾക്ക് പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഭാഗവതം ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കി തരുന്നതെങ്കിൽ ആവശ്യമുള്ള വ്യവഹാരങ്ങളിൽ മാത്രം മനസ്സ് നിർത്താൻ എല്ലാവരോടും പറയുകയാണ്. സംയമനശീലത്വവും എല്ലാത്തിനും ഒരു നിയന്ത്രണത്വവും എല്ലാവരും അനുഷ്ഠിക്കണം. എല്ലാ ഭക്തന്മാർക്കും അത് ആർജിക്കുവാൻ സാധിക്കട്ടെ. വിനീത പ്രണാമം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. गङ्गातरङ्गरमणीयजटाकलापम् गौरीनिरन्तरविभूषितवामभागम् नारायणप्रियमनङ्गमदापहारम् वाराणसीपुरपतिं भज विश्वनाथम् वाचामगोचरमनेकगुणस्वरूपम् वागीशविष्णुसुरसेवितपादपीठम् वामेन विग्रहवरेण कळत्रवन्दम्
വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം.